ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും അപാകതയോ തെറ്റോ പോരായ്മയോ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാലേ എനിക്കതൊക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കുള്ളൂ. തുടക്കത്തിലാണെങ്കിൽ ആർക്കിനെയാണ് കാണിക്കുന്നത്. ആർക്ക് കോളേജിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ്. അപ്പോൾ പണ്ണ് ഫോണിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഫോട്ടോ ഇന്നലെ ആരുടെ ഫോണിലെടുത്ത് ആ എടുത്ത ഫോട്ടോസ് ഒന്ന് പോസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മുടെ ആർക്കിൻ്റെ ഫോണിലാണ് അത് എടുത്തതെന്ന് തോന്നുന്നു. നമ്മുടെ ആർക്കിട്ട് ചിരിച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആമാണെങ്കിലോ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വരികയാണ്. അപ്പോൾ അവൻ ഫോൺ നോക്കിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആർക്കിട്ട പോസ്റ്റ് അവൻ കണ്ടു എന്ന് തോന്നുന്നു. അവിടെ ആകെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സാൻഡും പോയി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ നിൽക്കണം, നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആമിനോട് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആമാണെങ്കിലും ആർക്കിൻ്റെ പോസ്റ്റ് കണ്ടിട്ട് ആകെ പല്ല് കടിച്ച് നിൽക്കുകയാണ്. ആർക്ക് എന്താ പോസ്റ്റ് ചെയ്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമ വീണ ഫോട്ടോ ആണ് ഇട്ടുകൊടുക്കണം. കൂടെ അതിൻ്റെ ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട്. എൻ്റെ പീർമെൻറ്റ് ഭയങ്കര പൊളൈറ്റാണ്, അവൻ സ്റ്റേജിനെ വന്ദിച്ചിട്ട് വരിക, സ്റ്റേജിൽ കയറിയെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ആമിനാണെങ്കിൽ ഇത് കണ്ടിട്ട് നല്ല ദേഷ്യം വന്നു. അവൻ നേരെ അവിടുന്ന് നമ്മുടെ ആർക്കിൻ്റെ അടുത്തേക്ക് തല്ലാനായിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ സാൻഡും ബോയും കൂടി അവനെ പിടിച്ച് വലിക്കുന്നുണ്ട്. നീ എവിടേക്കാണ് പോകേണ്ടി ചോദിച്ചു. അപ്പം നമ്മുടെ ആമ പറയുന്നുണ്ട്, ഞാൻ അവനെ കൊല്ലാൻ പോവാന്ന്. അപ്പം നമ്മുടെ സാൻഡ് പറയുന്നുണ്ട്, നീ എവിടേക്കും പോകണില്ല, നീ അറ്റൻഡൻസിന് പോണ്, അല്ലെങ്കിൽ നീ ലേറ്റ് ആവും, നിനക്ക് ഇനി മാർക്കൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാൻഡും ബോയും കൂടി അവനെ വലിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആർക്ക് എന്നെ വീട്, എനിക്ക് അവൻ്റെ അടുത്ത് പകരം വീട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കണ്ണു വച്ചുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടിയിട്ട് സാൻഡും ബോയും കൂടിയിട്ട് നമ്മുടെ ആമിനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്.ค่อยดีออกมาหนึ่งกูไปอะไรเนี่ยในอะไรใจหยุดหาพ่อมึงเหรอหยุดหาแม่มึงเหรอลาลหัสเป็นคนมีมารยาทต้องก้มกราบพื้นก่อนเดินโชว์ตัวไอ้เชี่ยไอ้พี่อาร์คก็จริงมึงจะไปไหนกูจะไปฆ่าชื่อพาเดี๋ยวสายไปกูไปแก้แค้นഅടുത്ത സീനിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ആർക്കിനെയാണ്. അപ്പം നമ്മുടെ ആർക്ക് അവൻ്റെ ക്ലാസ് റൂമിൽ വരികയാണ്. അപ്പന്നിട്ട് വാമ പറയുന്നുണ്ട് ആർക്കിനോട്, ഞാൻ നിൻ്റെ പോസ്റ്റിന് ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം നമ്മുടെ ആർക്ക് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഈവനിങ് ഫ്രീ ആണോ എന്ന്. അപ്പോൾ പോണ്ട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന്. അപ്പോൾ ആർക്ക് പറയുന്നുണ്ട്, നമുക്ക് ഇന്ന് ഫുട്ബോൾ കളിക്കാമെന്ന്. അപ്പോൾ പോണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാ ദിവസവും കളിക്കാറുണ്ട്, ഈയിടെയായിട്ട് നീ മാത്രമാണ് ഞങ്ങളുടെ കൂടെ കളിക്കാത്തത്. അപ്പോൾ വാമും അതിനോട് സമ്മതിച്ചിട്ട്, അതെ ശരിയാണ്, നീ ഇപ്പോൾ ഈ കാര്യത്തിൽ ഭയങ്കര മോശമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർക്ക് പറയുന്നുണ്ട്, ഞാൻ എന്ത് കാര്യത്തിലാണ് മോശമെന്ന്. അപ്പോൾ വാമ പറയുന്നുണ്ട്, എനിക്കറിയാം, ഇലക്ട്രിക്കൽ മേജറിന് ക്യാമ്പസ് സ്റ്റാർ കോമ്പറ്റീഷനുള്ള റെപ്രസെൻറ്റേറ്റീവിനെ വേറെ മാറ്റി റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ ഒക്കെ പുറകിൽ ആരാന്ന് വാമ ആർക്കിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആർക്കാണെങ്കിൽ ഇങ്ങനെ എന്തോ അറിയണ പോലെ ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. വാമ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാർട്ട് 3 കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആമ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആമ് പെണ്ണിനോട് ചോദിക്കുന്നുണ്ട്, ഞാനിങ്ങനെ അതിൽ പങ്കെടുക്കണമെന്ന്. അപ്പോൾ പെണ്ണ് പറയുന്നുണ്ട്, നീ അതിലിങ്ങനെ പങ്കെടുക്കണ്ട, കുഴപ്പമില്ല എന്നൊക്കെ. അപ്പോൾ ആർക്ക് ആ ടൈമിൽ അവിടേക്ക് വരുന്നുണ്ട്. നമ്മുടെ ആമ് എന്താണ് അതിന് കാരണം എന്ന് ചോദിക്കുമ്പോഴേക്കും ആർക്ക് വരുന്നുണ്ട്. നമ്മുടെ ആർക്ക് പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ പെണ്ണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, അതായിരിക്കും വാമ ഉദ്ദേശിച്ചത്. അടുത്ത സീനിൽ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന ആമിനാണ് കാണിക്കുന്നത്. ആമാണെങ്കിൽ ആർക്കിനോട് അത് ഫോട്ടോ പോസ്റ്റ് ചെയ്ത കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നല്ല ദേഷ്യത്തിൽ പോവാണ്. അപ്പോൾ സാൻഡും ബോയും കൂടിയിട്ട് അവനെ വീണ്ടും വലിച്ചു നിർത്തുന്നുണ്ട്. സാൻഡ് എന്നിട്ട് ആമിനോട് പറയുന്നുണ്ട്, നീ എന്തിനാ അത്ര ദേഷ്യപ്പെടുന്നത്, ആർക്കിൻ്റെ ഐഡിയ അതിന് പ്രൈവറ്റ് അല്ല, അപ്പം അധികം പേരൊന്നും കണ്ടുണ്ടാവില്ല എന്ന് പറയുന്നു. ആമ ചോദിക്കുന്നുണ്ട്, അവൻ്റെ ഫോളോവേഴ്സ് 1200 കൂടുതൽ മേലെ കയറുന്നുണ്ട്, എൻ്റെ ഫോളോവേഴ്സ് കൂടുന്നുണ്ട്, അപ്പോൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവില്ലേന്ന്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഒരു 1000 മേലെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നിനക്കൊരു ഇൻഫ്ലുവൻസർ ആയിക്കൂടെയെന്ന്. അപ്പം അത് കേട്ടുടനെ നമ്മുടെ ആമിൻ്റെ തലയിൽ ബുദ്ധിയുടെ വെളിച്ചം കത്തിയ കണക്ക് ശരിയാലോ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് ആമ പോനോട് ചോദിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസർ ആയിട്ടുണ്ടെങ്കിൽ നല്ല പൈസ കിട്ടുമെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, കിട്ടുന്നു. നമ്മുടെ ആമിൻ്റെ കണ്ണിലാണെങ്കിൽ പൈസയുടെ പെരുമഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം സാൻഡ് ചോദിക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് നമ്മുടെ റൂമിൽ പോയിട്ട് എങ്ങനെ ഇൻഫ്ലുവൻസർ ആവാൻ പറ്റാമെന്ന് പഠിച്ചാലോ എന്ന്. അപ്പോൾ പോയും ആമ സമ്മതിച്ചിട്ട്, പോവാം, നമുക്ക് ഇനി ആർക്കിനെ കാണേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ അവനെക്കാട്ട് പൈസക്കാരാവും, നമ്മൾ പൈസക്കാരാവാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ടൈമിന് അവിടേക്ക് നമ്മുടെ പെണ്ണും ജെറ്റും കൂടിയിട്ട് വരുന്നിട്ട് ആമിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടായിരുന്നു. അപ്പോഴാണ് ആർക്ക് വിളിച്ചിട്ട് പറഞ്ഞത്, അവന് ഫുട്ബോൾ ബൂട്ട്സ് ആവശ്യമുണ്ട്, അർജൻറ്റാണ്. അപ്പോൾ നിനക്കിതൊന്നും കൊണ്ടു കൊടുക്കാൻ പറ്റുമോ, അവനവിടെ ഫീൽഡിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡും പോയാണെങ്കിൽ പെട്ടല്ലോ എന്ന് കണക്കായി.
അപ്പോൾ നമ്മുടെ ആമാണെങ്കിൽ എനിക്കെന്താ കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ കൊണ്ടു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ അവനെ കാണണമെന്ന് വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ബൂട്ട്സും കൊണ്ട് പോയി. നമ്മുടെ സാൻഡും പോയും പറയുന്നുണ്ട് പോവണ്ടെന്ന്. പക്ഷെ നമ്മുടെ ആമ പോയി. സാൻഡ് എന്നിട്ട് പോനോട് പറയുന്നുണ്ട് നീ വേഗം പോയിട്ട് അവനെ തടയി, അവനെ ഫോളോ ചെയ്യുന്നൊക്കെ. അപ്പം നമ്മുടെ പറയുന്നുണ്ട് ഞാൻ ഈ മിഷൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുക, എനിക്ക് എൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് പോയിട്ട് ഫുഡ് കഴിക്കേണ്ടായിരുന്നു, ഞാൻ അതിന് പോവാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അവിടെ നൈസായിട്ട് എസ്കേപ്പായി. അപ്പോൾ നമ്മുടെ സാൻഡ് ആകെ പെട്ട പോലെ. അപ്പോൾ പൊണ്ണ് ചോദിക്കുന്നുണ്ട് സാൻഡിനോട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ സാൻഡ് പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല, എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ജീവനാണ് വലുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാൻഡ് അവിടെ നിന്ന് ഒറ്റ ഓട്ടായിരുന്നു. พอดีพี่กับญี่ปุ่นมีธุระเลยอยากรบกวนอาร์มช่วยเอารองเท้าสตั๊ดเนี่ยไปให้อาร์ที่สนามได้ไหมมันโทรมาเหมือนว่าจะรีบใช้อ่ะ ได้เลยครับพี่เจตผมว่าจะไปหาพี่อาร์มอยู่พอดีเลยครับ അടുത്ത സീനിൽ കാണിക്കുന്നത് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അവിടേക്ക് അപ്പോൾ നമ്മുടെ ആമ വന്നിട്ട് നമ്മുടെ ആർക്കിനെ ഇങ്ങനെ വിളിച്ച് പോകുന്നുണ്ട്. അവനിങ്ങനെ തെറി വിളിക്കണമൊക്കെയുണ്ട്. ആർക്ക് യു ജെർക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തെറി വിളിച്ച് പോകുന്നുണ്ട്. അപ്പം ഉണ്ട് നമ്മുടെ സാൻഡ് അവിടേക്ക് ഓടി വന്നിട്ട് നമ്മുടെ ആമിൻ്റെ വായ അങ്ങോട്ട് പൊത്തിപ്പിടിക്കും. അപ്പം നമ്മുടെ ആമ ചോദിക്കും നീ എന്തിനാ എൻ്റെ വായ പൊത്തിപ്പിടിച്ച്, ഞാൻ പറയട്ടെ എന്ന്. അപ്പം സാൻഡ് പറയും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം എന്തായാലും വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആമ പറയുന്നുണ്ട് എനിക്ക് ആരും പേടിയില്ല. എന്നിട്ട് അവിടെ വീണ്ടും ഇങ്ങനെ വിളിച്ചു പോകുന്നുണ്ട് ആർക്ക് യു ജെർക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പോകുന്നുണ്ട്. അപ്പോൾ സാൻഡ് ആമിനെ വീണ്ടും തടയുന്നുണ്ട്, എടാ ഒന്ന് നിർത്തടാ, ഇങ്ങനെയൊന്നും പറയല്ലേ, മര്യാദയ്ക്ക് വർത്താനം പറയുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ആമ ചോദിക്കുന്നുണ്ട് അവനെപ്പോലുള്ള ഒരുത്തിനോട് ഞാൻ ഇതിനെ മര്യാദ കാണിക്കേണ്ട ആവശ്യമെന്ന്. അവൻ എപ്പോഴും എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും, അവൻ ഭയങ്കര ശല്യക്കാരനാ, അവനിങ്ങനെ തന്നെ വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവിടെ കിടന്ന് കൂവിക്കൊണ്ടിരിക്കും. ആ ടൈമിൽ നമ്മുടെ ആർക്ക് നമ്മുടെ ആമിൻ്റെ പുറകിൽ വന്നിട്ടുണ്ടാവും. ഇത് നമ്മുടെ സാൻഡ് കണ്ടിട്ടുണ്ട്, പക്ഷെ അവനൊന്നും മിണ്ടണില്ല. നമ്മുടെ ആമാണെങ്കിലോ വിളിച്ച് കൂവിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പം ആർക്ക് ചോദിക്കും അവനോട് നീ എന്തപ്പം എന്നെ വിളിച്ചതെന്ന് ആർക്ക് ആമിനോട്. ആർക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ആമിൻ്റെ വായ അടങ്ങി. അപ്പം അവൻ സാൻഡിനോട് ചോദിക്കും ഞാൻ കേൾക്കണത് സത്യം തന്നെയല്ലോ. അപ്പോൾ സാൻഡ് പറയും നീ കേട്ടതൊക്കെ സത്യമാണ്. അപ്പോൾ വീണ്ടും ആർക്ക് ചോദിക്കും നീ എന്തപ്പം എന്നെ വിളിച്ചതെന്ന്. พี่อาร์ไอพี่อาร์ไอมึงจะปิดปากทำไมไว้แซน พูดกันผมก็โดนดีหรอก มึงคิดว่ากูกลัววะไออาร์พูดดีหน่อย แล้วทำไมกูต้องพูดดีคนอย่างนั้นด้วยวะคนกวนตีนอย่างนั้นนะกูจะเรียกไอเชียอาร์ได้เลยไอเชียอาร์เรียกว่าอะไรนะไม่ใช่ไหมมึง ใช่ มึงตอบคำถามไหนวะเมื่อกี้น้องอาร์มเรียกพี่ว่าอะไรนะครับ അപ്പോഴേക്കും നമ്മുടെ പോണ്ട് അവിടേക്ക് വന്നിട്ട് ശ്രദ്ധിക്കുന്നു പറഞ്ഞിട്ട് സാൻഡിനെ പിടിക്കും. അതായത് ഒരു ബോൾ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നു പറഞ്ഞിട്ട് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പോണ്ട് വന്നിട്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സാൻഡിനോട് ചോദിക്കും. അപ്പോൾ വാമ വന്നിട്ട് പോണ്ടിനോട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്ക് ഭയങ്കര ബാഡായിട്ട് ഇഞ്ചുറി പറ്റിയില്ലോ എന്നൊക്കെ പറയും. അപ്പോൾ പോണ്ട് ചോദിക്കും എനിക്കെന്താ പറ്റി, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ വാമ പോണ്ടിനോട് ഇങ്ങനെ സ്വകാര്യമായിട്ട് പറയും നമ്മുടെ ആർക്കിന് ജൂനിയറിനോടൊന്ന് സംസാരിക്കാനായിട്ട് നീ കുറച്ച് ഗ്യാപ്പ് കൊടുക്ക്, നീ ഇഞ്ചുറി പറ്റിയതെന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പോണ്ടിനെ പിടിച്ച് അപ്പോൾ പോണ്ടും അതിനനുസരിച്ച് അഭിനയിച്ചിട്ട് ശരിയാ എനിക്ക് നിൽക്കാൻ പറ്റണില്ല, നല്ല വേദന എടുക്കുമെന്നൊക്കെ പറയും. വാമ് നമ്മുടെ സാൻഡിനോട് ചോദിക്കും എനിക്ക് ഇവനെ ഒന്ന് ക്ലിനിക്ക് വരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അപ്പോൾ സാൻഡ് ഞാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് സാൻഡ് അവിടെ നിന്ന് വേഗം എസ്കേപ്പാവും. അപ്പോൾ നമ്മുടെ ആമ് സാൻഡിനെ വിളിക്കുന്നുണ്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ സാൻഡ് പോണ്ടിനെ കൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പായി. അടുത്ത സീനിൽ പോണ്ടിനും സാൻഡിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ പോണ്ടാണെങ്കിൽ ഇങ്ങനെ സാധാരണ പോലെ കുഴപ്പമൊന്നുമില്ലാത്ത പോലെ നടക്കാണ്. അപ്പോൾ സാൻഡ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ വേദന ഒന്നും എടുക്കണില്ലേ, സാധാരണ പോലെ നടക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ പോണ്ട് അഭിനയിച്ചിട്ട് അയ്യോ എനിക്ക് നടക്കാം അയ്യോ എനിക്ക് നടുവേദന എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അഭിനയിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സാൻഡ് ടെൻഷനായിട്ട് അത്രയ്ക്ക് വേദന ഉണ്ടോ, നടക്കാൻ പറ്റണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോണ്ട് പറയുന്നുണ്ട് ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്താൽ മതി, അപ്പോഴേക്കും മാറുമായിരിക്കും. അപ്പോൾ സാൻഡ് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ വരാം, നിങ്ങൾ അതുവരെ എന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സാൻഡ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത സീനിൽ ഫുട്ബോൾ ഗ്രൗണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആർക്കിൻ്റെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, വേഗം കൊണ്ട് വായോ എന്ന് ആർക്കിനോടും വാമിനോടും പറയുന്നുണ്ട്. വാമ പറയുന്നുണ്ട് ഞാൻ എന്താ വരണമെന്ന് പറഞ്ഞിട്ട് വാമ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആർക്കാണെങ്കിൽ നമ്മുടെ ആമിൻ്റെ മുഖം ഇങ്ങനെ പിടിച്ചിട്ട് നീ എന്താ ഇവിടെ എടുക്കണേ, നീ എന്തിനാ ഇവിടേക്ക് വന്നേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആമ് ബൂട്ട്സ് ആർക്കിൻ്റെ കൊടുത്തിട്ട് പറയുന്നുണ്ട് ജെറ്റ് പറഞ്ഞു ഇത് കൊണ്ട് തരാനായിട്ട്, അതിനാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർക്ക് ചോദിക്കുന്നുണ്ട് നീ ഇത് തരാൻ വേണ്ടി മാത്രമാണ് വന്നതെന്ന്. അപ്പോൾ ആമ് അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർക്ക് ആ ബൂട്ട്സ് ആമിൻ്റെ എന്നെ കൊടുത്തിട്ട് പറയുന്നുണ്ട് നീ ഇത് കൊണ്ടൊക്കെ എനിക്കിതിപ്പോൾ വേണ്ടാന്ന്. അപ്പോൾ ആമ് പറയുന്നുണ്ട് എന്നുവെച്ചാൽ നീ ഇത് എവിടെയെങ്കിലും എടുത്ത് വയ്ക്കി ഞാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർക്ക് നമ്മുടെ ആമിനെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട്
എനിക്കിത് കളഞ്ഞു പോകാൻ ആഗ്രഹമില്ല, അതുകൊണ്ട് നീ ഈ ബൂട്ട്സ് നോക്കിയിട്ട് ഇവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. ആമാണെങ്കിൽ എണീറ്റ് പോകാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആർക്ക് അവനെ വീണ്ടും പിടിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട്, ഞാൻ ആ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നീ ഇവിടെ ഇരിക്കണ കണ്ടില്ലെങ്കിൽ നിൻ്റെ കാര്യം കുഴപ്പത്തില്ല എന്ന് പറഞ്ഞിട്ട് ആർക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ആവിന് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ബൂട്ട്സ് എടുത്തിട്ട് ആർക്കിനെ എറിയാൻ നോക്കുന്നുണ്ട്. ആ കറക്റ്റ് ടൈമിന് ആർക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആമ് ഇങ്ങനെ തല മാത്രം പോലെ മാന്തിയിട്ട് അവിടെ വീണ്ടും ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആമിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് പോണ്ടിനാണ്. പോണ്ടാണെങ്കിൽ നമ്മുടെ സാൻഡിനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ സാൻഡ് അവിടേക്ക് ഒരു ഉന്തുവണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. പോണ്ട അപ്പം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇത് തള്ളിക്കൊണ്ട് വന്നേന്ന്? നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ക്ലീനിങ് ലേഡീനെ ഇത് മേടിച്ചു കൊടുന്നത്. ഞാൻ അത് കഴുകിയിട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇത് സേഫാണ് ഇരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പോണ്ട് പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് നടക്കാനൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പോണ്ട എണീക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സാൻഡ് ആണെങ്കിൽ കുഴപ്പമില്ല ഇതിലിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അതിൽ നിർബന്ധിച്ച് ഇരുത്തുന്നുണ്ട്. സാൻഡ് എന്നിട്ട് പോണ്ടിനെ നല്ല സ്പീഡിലാണ് അതിലുന്തി കൊണ്ടുപോകുന്നത് ക്ലിനിക്കിലേക്ക്. നമ്മുടെ പോണ്ടാണെങ്കിൽ സ്പീഡും പിന്നെ ഇതിലിരിക്കാനുള്ള പേടിയും കൊണ്ട് ആകെ ഇതായിട്ട് ഇരിക്കുകയാണ്. സാൻഡ് എന്നിട്ട് നമ്മൾ ക്ലിനിക്കെത്തി, ഞാൻ ഇവിടെ നിന്ന് തോളിൽ ചുമക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മുട്ടൊക്കെ കുത്തിയിരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ആമിനാണ് കാണിക്കുന്നത്. ആമാണെങ്കിൽ അവിടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ അവിടേക്ക് നമ്മുടെ ആനി വന്നിട്ട് ആമിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആമ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഇതുവഴി പോവായിരുന്നു, അപ്പോൾ നീ ഇവിടെ ഇരിക്കണ കണ്ടു, അതുകൊണ്ട് ഞാനൊരു ഹായ് പറയാൻ വന്നതാണ്. പക്ഷെ അവൾ പറയുന്നത് മൊത്തം ആർക്കിനെ നോക്കിയിട്ടായിരുന്നു. അപ്പം നമ്മുടെ ആമും മനസ്സിലായ രീതിക്ക് ഞാൻ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവള് ആമിനൊരു പാക്കറ്റ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നിനക്ക് വേണ്ടിയുള്ള സ്നാക്സ് ആണ്. അപ്പോൾ ആമ എനിക്കാന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവള് മറ്റൊരു പാക്കറ്റ് എടുത്തിട്ട് ഇത് ആർക്കിനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ആർക്കിന്റെ ഫാൻ ഗ്ലാസ് വെക്കണ കൂട്ടത്തിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ആമ ചോദിക്കുന്നുണ്ട്, അത് മിസ്സാവാണ്ടിരിക്കാൻ വേണമെങ്കിൽ ഞാൻ പിടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്നാക്സും ആർക്കിനുള്ളത് തന്നെയാണ്. അപ്പം നമ്മുടെ ആമാണ് ഇങ്ങനെ വിചാരിക്കേണ്ടത്, ഇത് മൊത്തമൊക്കെ അവൻ തിന്നോന്ന്. എൻ്റെ റിക്വസ്റ്റിനെ കുറിച്ച് ആർക്ക് എന്താ പറഞ്ഞതെന്ന് ആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആമ ചോദിക്കുന്നുണ്ട്, അപ്പം അത് അതുവരെ അക്സെപ്റ്റ് ചെയ്തില്ലേന്ന്. ഇല്ല എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ആമ പറയുന്നുണ്ട്, എന്നാൽ ഞാനതൊന്നുകൂടി സംസാരിച്ച് നോക്കാമെന്ന്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് യു ആർ ദ ക്യൂട്ടസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ നമ്മുടെ ആമാണെങ്കിൽ ഒന്ന് ഷൈ ആയി. അപ്പോൾ ആർക്കാണെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇവരിയ്ക്കണത് കാണുന്നുണ്ട്. അപ്പോൾ അവൾ ഞാൻ പോവാണ് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർക്ക് വന്നിട്ട് നമ്മുടെ ആമിൻ്റെ അടുത്തേക്ക് നല്ല ക്ലോസ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആമ പറയുന്നുണ്ട്, എന്നെ ടച്ച് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആമ നീങ്ങിയിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർക്ക് ഫുട്ബോൾ കളിച്ചിട്ട് ആകെ വേർത്ത് കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർക്കാണെങ്കിൽ ആമിൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആമ പറയുന്നുണ്ട്, എന്നെ തൊടല്ലേ, നീ ഫുള്ള് നാറിയിരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആർക്ക് അങ്ങോട്ട് ദൂരെ കൈ ചൂണ്ടി കാണിച്ചിട്ട് പറയുന്നുണ്ട്, അവിടെ എന്താന്ന് നോക്കുന്നു പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആമ അവിടേക്ക് നോക്കുന്ന ടൈമിൽ നമ്മുടെ ആർക്ക് നമ്മുടെ ആമിൻ്റെ മടിയിലേക്ക് കിടക്കാണ്. അപ്പോൾ ആമ ചോദിക്കുന്നുണ്ട്, നീ എന്തേ കാണിക്കണം നോക്കി. ആർക്ക് അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തല്ലേ, നീ ദേഷ്യത്തിലാണോ എന്ന്. എൻ്റെ സ്ഥാനത്ത് നീ കാരണം നിനക്കും ദേഷ്യം വരില്ലായിരുന്നു. ആ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് വീണപ്പോൾ തന്നെ ഉണ്ടായ നാണക്കേട് ധാരാളമാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ഫോട്ടോയും കൂടി നീ പോസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലേ. എൻ്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആണെന്നും പറഞ്ഞിട്ട് എക്സ്ക്യൂസ് ഒന്നും പറയാൻ നിൽക്കണ്ട. ഏത് പ്രൈവറ്റ് അക്കൗണ്ടിനാണ് 3000-4000 ഒക്കെ ഫോളോവേഴ്സ് ഉണ്ടാവുക. പോരാത്തതിന് ഒരുപാട് പേര് ആ ഫോട്ടോ കണ്ടിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് കുറേ മീമീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് എന്തൊരു നാണക്കേടപ്പാന്ന് നിനക്കറിയാമെന്നൊക്കെ നമ്മുടെ അവൻ്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ ആർക്കിനോട് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആർക്കാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കേട്ട് കിടക്കുകയാണ്. ആർക്ക് എന്നിട്ട് എണീറ്റിട്ട് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അതൊക്കെ ഇഷ്ടമായിരുന്നു. ആർക്കിൻ്റെ മറുപടി കേട്ടപ്പോൾ ആമ വിചാരിക്കുന്നത് എന്ത് സൈക്കോണെന്ന്. നിന്റെ ഇവിടുത്തെ പരിപാടികൾക്ക് കഴിഞ്ഞില്ലേ, എന്നാൽ ഞാൻ പോട്ടെ എന്ന് ആമ ചോദിക്കുന്നു. നീ എന്തിനാ ഇങ്ങനെ ഏത് നേരം കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് ആർക്ക് ചോദിക്കുന്നുണ്ട്. ആമ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ട് തീരെ താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആർക്ക് പറയുന്നുണ്ട്, നീ എന്തിനാ എപ്പോഴും വീണ്ടും റൂഡായിട്ട് സംസാരിക്കണമെന്ന്. അപ്പോൾ ആമ കുറച്ച് ഡീസൻ്റായിട്ട് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ തീരെ താല്പര്യമില്ല, ഇഷ്ടമില്ലാന്ന്. അപ്പോൾ ആർക്ക് പറയുന്നുണ്ട്, കുറച്ച് തവണ നീ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഇതുമായിട്ട് ശീലമായിക്കോളും, ഇതുമായിട്ട് പൊരുത്തപ്പെട്ടോളും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആമ ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ പറഞ്ഞ് എനിക്ക് ശീലമാവും എന്നൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, അല്ലാണ്ട് നിന്നെ പോലെ പീർമെൻറ്റിയുടെ തലയ്ക്ക് ഇത് ഇട്ട് കൊടുക്കല്ല ചെയ്യേണ്ടത്. അപ്പോൾ ആർക്ക് പറയുന്നുണ്ട്, അതിന് ഞാൻ സിംഗിളാണെന്ന്. എന്നാൽ വേഗം ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് ആമ പറയുന്നുണ്ട്. ഞാനതന്നെ ചെയ്യണത്, ഞാനെല്ലാം വേഗത്തിൽ എന്നെ കൊണ്ടുപോകണമെന്ന് ആർക്ക് ആമിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആർക്കതിങ്ങനെ ക്ലോസ് ആയിട്ട് വന്ന് പറയുമ്പോൾ നമ്മുടെ ആമിനൊന്നും പറയാൻ പറ്റുന്നില്ല. ആമ അപ്പോൾ വേഗം വിഷയം മാറ്റിയിട്ട് എന്നാൽ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. അപ്പോൾ ആർക്ക് നമ്മുടെ ആമിൻ്റെ ബാഗിൽ പിടിച്ച് വലിച്ചിട്ട് നിൽക്കാൻ പറയുന്നുണ്ട്. ഇനി എന്താ നിനക്ക് വേണ്ടതെന്ന് ആമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആർക്ക് പറയുന്നുണ്ട്, നിന്റെ സ്നാക്സ് എടുത്തുകൊണ്ട് പോവാൻ.
സ്നാക്സോ ഏത് സ്നാക്സ് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആമിന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചിട്ട് അവന് ഫാൻ ഗേൾസ് കൊടുത്ത സ്നാക്സ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു ബോക്സ് എടുത്തിട്ട് അതിൽ ആർക്കെന്ന് എഴുതിയിട്ടുള്ളത് വെട്ടിയിട്ട് ആമെന്നാക്കിയിട്ട് ആമിൻ്റെ ആർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കാറ് അതേ സ്പോട്ടിൽ തന്നെ പാർക്ക് ചെയ്ത് വെക്കണ്, വേഗം എന്നെ ഫോളോ ചെയ്തിട്ട് വായോന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ ആമാണെങ്കിൽ ഇവനിപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആമാണെങ്കിൽ ഫുള്ള് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. 4-ാം തീയതി തൊട്ട് നമ്മുടെ ചാനലിൽ ഡെയിലി വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. എനിക്കൊരു എക്സാം ഉണ്ട്, അതിൻ്റെ പ്രിപ്പറേഷൻ കാരണമാണ് ഞാനിങ്ങനെ ഗ്യാപ്പ് എടുത്തിട്ട് വീഡിയോസ് ഇടുന്നത്. എന്തായാലും 4-ാം തീയതി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വീഡിയോസ് ഇടുന്നതാണ്.